വെൽക്കം ബാക്ക് ടു ഫാഷൻ വീക്ക് ഡിസൈൻസ്. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ജോർജറ്റ് ഫാബ്രിക്കിൽ വരുന്ന കുറച്ച് അസോർട്ടഡ് കളക്ഷൻസ് ആണ്. അപ്പൊ നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് കളർ വരുന്നത് ഇങ്ങനെ ഒരു മെറൂൺ ഷെയ്ഡാണ്. ഇങ്ങനെ ഒരു ഓവറോൾ ലുക്ക് വരെ നമ്മുടെ നെക്ക് പോർഷനിലും അതേപോലെ ഡാമൻ പോർഷനിലും ഇങ്ങനെ ഒരു സിറോസ്കി വർക്കാണ് കൊടുത്തിരിക്കുക. അതുപോലെ സ്കാറ്റർ ആയിട്ടുള്ള ചെറിയ സിറോസ്കി വർക്കും ഇൻക്ലൂഡഡ് ആണ്. പെയർ ചെയ്തിരിക്കുന്ന ദുപ്പട്ട സെയിം മെറ്റീരിയൽ ദുപ്പട്ടയാണ്. ദുപ്പട്ടയിലും ഓവറോൾ ഇങ്ങനെ ഒരു സിറോസ്കി വർക്കാണ് കൊടുത്തിരിക്കുക. നമുക്ക് ബോട്ടവും ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ്. ബോട്ടം വരുന്ന സാൻഡൂൺ മെറ്റീരിയൽ. മെറ്റീരിയലിന്റെ റേറ്റ് വരുന്നത് 1440 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. നെക്സ്റ്റ് വൺ വരുന്നത് ഇങ്ങനെ ഒരു റാണി പിങ്ക് ഷെയ്ഡാണ്. ഇങ്ങനെയാണ് ഒരു ഓവറോൾ ലുക്ക് വരിക. നമ്മുടെ നെക്കിന്റെ പോർഷനിൽ ഇതേപോലെ റിയൽ മിറേഴ്സ് ആണ് കൊടുത്തിരിക്കുക. അതിനെ ഹൈലൈറ്റ് ചെയ്തിട്ട് നമുക്കൊരു ത്രെഡ് വർക്കും പോയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കൊരു ബോർഡർ ആയിട്ട് ഇങ്ങനെ ഒരു ബീഡ്സ് വർക്കും ഇൻക്ലൂഡഡ് ആണ്. നമ്മൾ പെയർ ചെയ്തിരിക്കുന്ന ദുപ്പട്ട സെയിം മെറ്റീരിയൽ ദുപ്പട്ടയാണ്. ദുപ്പട്ടയുടെ സൈഡ്സിൽ ഇങ്ങനെ ഒരു ബീഡ്സ് വർക്ക് ആണ് കൊടുത്തിരിക്കുക. നമുക്ക് ബോട്ടവും ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ്. ബോട്ടം വരുന്ന സാൻഡൂൺ മെറ്റീരിയൽ, ലൈനിങ് വരുന്ന ക്രേപ്പ് മെറ്റീരിയൽ. ഈ ഒരു മെറ്റീരിയലിന്റെ പ്രൈസ് വരുന്നത് 1440 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. നെക്സ്റ്റ് കളർ വരുന്നത് ഇങ്ങനെ ഒരു ലാവൻഡർ ഷെയ്ഡാണ്. ഇങ്ങനെയാണ് ഒരു ഓവറോൾ ലുക്ക് വരിക. നമ്മുടെ നെക്ക് പോർഷനിൽ ഇതേപോലെ ഷുഗർ ബീഡ്സ് വർക്കും അതുപോലെ ചെറിയ സീക്വൻസ് വർക്കുമാണ് കൊടുത്തിരിക്കുക. അതുപോലെ സ്കാറ്റർ ആയിട്ടുള്ള ചെറിയ വർക്കുകളും ഇൻക്ലൂഡഡ് ആണ്. നമ്മൾ പെയർ ചെയ്തിരിക്കുന്ന ദുപ്പട്ട സെയിം മെറ്റീരിയൽ ദുപ്പട്ടയാണ്. ദുപ്പട്ടയുടെ വൺ ബോർഡറിൽ സെന്റർ പോർഷനിലായിട്ട് ഇതേപോലെ ഒരു ഹെവി ആയിട്ടുള്ള ഒരു വർക്കാണ് കൊടുത്തിരിക്കുക. അതുപോലെ സ്കാറ്റർ ആയിട്ടുള്ള ചെറിയ ഷുഗർ ബീഡ്സ് വർക്കും ഇൻക്ലൂഡഡ് ആണ്. നമുക്ക് ബോട്ടവും ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ്. ബോട്ടം വരുന്ന സാൻഡൂൺ മെറ്റീരിയൽ. മെറ്റീരിയലിന്റെ റേറ്റ് വരുന്നത് 1380 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. നെക്സ്റ്റ് കളർ വരുന്ന ഒരു ഗ്രീൻ ഷെയ്ഡാണ്. ഇങ്ങനെയാണ് ഒരു ഓവറോൾ ലുക്ക് വരിക. നമ്മുടെ നെക്കിന്റെ പോർഷനിൽ ഇതേപോലെ ഹെവി ആയിട്ടുള്ള ഒരു വർക്കാണ് കൊടുത്തിരിക്കുക. ബീഡ്സ് വർക്കാണ് വരുന്നത്. അതുപോലെ നമ്മുടെ സ്ലീവിലും ഇങ്ങനെ ഒരു ബീഡ്സ് വർക്കാണ് കൊടുത്തിരിക്കുക. പെയർ ചെയ്തിരിക്കുന്ന ദുപ്പട്ട സെയിം മെറ്റീരിയൽ ദുപ്പട്ടയാണ്. ദുപ്പട്ട ടു സൈഡ് സ്കാലപ്ഡ് ആണ്. ഇങ്ങനെ ഒരു ബീഡ്സ് വർക്കാണ് എൻഡിൽ കൊടുത്തിരിക്കുക. നമുക്ക് ബോട്ടവും ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ്. ബോട്ടം വരുന്നത് സാൻഡൂൺ മെറ്റീരിയൽ. മെറ്റീരിയലിന്റെ റേറ്റ് വരുന്നത് 1540 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. വരുന്നത് ഇങ്ങനെ ഒരു വൈൻ പർപ്പിൾ ഷെയ്ഡാണ്. നമ്മുടെ നെക്ക് പോർഷനിൽ സെന്റർ പോർഷനിലായിട്ട് ഇങ്ങനെ ഒരു സെറി എംബ്രോയിഡറി വർക്കാണ് കൊടുത്തിരിക്കുക. അതുപോലെ ഡാമൻ പോർഷനിലും ഈ സെയിം വർക്ക് തന്നെയാണ് വന്നിരിക്കുക. സ്കാറ്റർ ആയിട്ടുള്ള ചെറിയ സെറി എംബ്രോയിഡറി വർക്കും സീക്വൻസ് വർക്കും ഇൻക്ലൂഡഡ് ആണ്. ദുപ്പട്ടയുടെ വൺ ബോർഡറിൽ ഇതുപോലെ ഹെവി ആയിട്ടുള്ള സെറി എംബ്രോയിഡറി വർക്കാണ് കൊടുത്തിരിക്കുക. അതുപോലെ സ്കാറ്റർ ആയിട്ട് ചെറിയ വർക്കും ഇൻക്ലൂഡഡ് ആണ്. ബോട്ടവും ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ്. ബോട്ടം വരുന്നത് സാൻഡൂൺ മെറ്റീരിയൽ. മെറ്റീരിയലിന്റെ റേറ്റ് വരുന്നത് 1380 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. നെക്സ്റ്റ് വൺ വരുന്നത് ഇതേപോലെ ഒരു ഗ്രീൻ ഷെയ്ഡാണ്. നമ്മുടെ ഡാമൻ പോർഷനിലാണ് ഇങ്ങനെ ഒരു ഹെവി വർക്ക് കൊടുത്തിരിക്കുക. ഒരു സിറോസ്കി വർക്കും അതുപോലെ തന്നെ ഒരു ഹെവി ആയിട്ടുള്ള ത്രെഡ് വർക്കും ആണ് കൊടുത്തിരിക്കുക. നമ്മുടെ പെയർ ചെയ്തിരിക്കുന്ന ദുപ്പട്ട വൺ ബോർഡറിൽ ഇതേപോലെ ഒരു ഹെവി ആയിട്ടുള്ള ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും ആണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുക. അതുപോലെ സ്കാറ്റർ ആയിട്ടുള്ള ചെറിയ വർക്കും ഇൻക്ലൂഡഡ് ആണ്. ബോട്ടവും ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ്. ബോട്ടം വരുന്ന സാൻഡൂൺ മെറ്റീരിയൽ. മെറ്റീരിയലിന്റെ റേറ്റ് വരുന്നത് 1380 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. നെക്സ്റ്റ് വൺ വരുന്നത് ഒരു ഡസ്റ്റി ടീൽ ബ്ലൂ ഷെയ്ഡാണ്. ഇങ്ങനെയാണ് ഓവറോൾ ലുക്ക് വരിക. നമ്മൾ നേരത്തെ കണ്ടതിന്റെ സെയിം കളർ ഡിഫറൻസ് ആണിത്. നമ്മുടെ നെക്കിന്റെ പോർഷനിൽ ഇതേപോലെ ഒരു ചെറിയ എംബ്രോയിഡറി വർക്കാണ് കൊടുത്തിരിക്കുക. ഡാമൻ പോർഷനിലും സെയിം വർക്ക് തന്നെയാണ് വരിക. സ്കാറ്റർ ആയിട്ടുള്ള ചെറിയ എംബ്രോയിഡറി വർക്ക് ഇൻക്ലൂഡഡ് ആണ്. പെയർ ചെയ്തിരിക്കുന്ന ദുപ്പട്ടയുടെ വൺ ബോർഡറിൽ ഇതേപോലെ ഒരു ഹെവി ആയിട്ടുള്ള ചെറിയ എംബ്രോയിഡറി വർക്കാണ് വരിക. സ്കാറ്റർ ആയിട്ടുള്ള ചെറിയ വർക്കും ഇൻക്ലൂഡഡ് ആണ്. നമ്മുടെ ബോട്ടവും ലൈനിങ്ങും നമുക്ക് അറ്റാച്ച്ഡ് ആണ്. ബോട്ടം വരുന്ന സാൻഡൂൺ മെറ്റീരിയൽ. മെറ്റീരിയലിന്റെ റേറ്റ് വരുന്നത് 1380 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. നെക്സ്റ്റ് കളർ വരുന്നത് ഇങ്ങനെ പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡാണ്. ഇങ്ങനെ ഒരു ഓവറോൾ ലുക്ക് വരിക. നമുക്ക് ത്രൂ ഔട്ട് ഇങ്ങനെ ഒരു സിറോസ്കി വർക്കാണ് പോയിരിക്കുക. അതുപോലെ നമ്മുടെ ഡാമൻ പോർഷനിലും ഹെവി ആയിട്ടുള്ള ഒരു സിറോസ്കി വർക്കാണ് വരിക. ദുപ്പട്ടയുടെ ടു ബോർഡേഴ്സിൽ ഇതേപോലെ ഹെവി ആയിട്ടുള്ള സിറോസ്കി വർക്കാണ് കൊടുത്തിരിക്കുക. അതുപോലെ സ്കാറ്റർ ആയിട്ടുള്ള ചെറിയ സിറോസ്കി വർക്കും ഇൻക്ലൂഡഡ് ആണ്. നമുക്ക് ബോട്ടോ ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ്. ബോട്ടം വരുന്ന സാൻഡൂൺ മെറ്റീരിയൽ. മെറ്റീരിയലിന്റെ റേറ്റ് വരുന്നത് 1480 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. കളർ വരുന്നത് ഇങ്ങനെ ഒരു ഡാർക്ക് പർപ്പിൾ ടോൺ ആണ്. ഇങ്ങനെയാണ് ഒരു ഓവറോൾ ലുക്ക് വരിക. നമ്മുടെ ഡാമൻ പോർഷനിൽ ഇതേപോലെ ഒരു ഹെവി ആയിട്ടുള്ള ത്രെഡ് വർക്കാണ് കൊടുത്തിരിക്കുക. സ്കാറ്റർ ആയിട്ടുള്ള ചെറിയ ത്രെഡ് വർക്കും ഇൻക്ലൂഡഡ് ആണ്. നമ്മുടെ ദുപ്പട്ടയുടെ വൺ ബോർഡറിലും ഇതേപോലെ ഒരു ഹെവി ആയിട്ടുള്ള ത്രെഡ് വർക്കാണ് കൊടുത്തിരിക്കുക. ചെറിയ സീക്വൻസ് വർക്കും ഇൻക്ലൂഡഡ് ആണ്. ചെറിയ സ്കാറ്റർ ആയിട്ടുള്ള ത്രെഡ് വർക്കും കൊടുത്തിട്ടുണ്ട്. നമുക്ക് ബോട്ടവും ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ്. ബോട്ടം വരുന്നത് സാൻഡൂൺ മെറ്റീരിയൽ. മെറ്റീരിയൽ റേറ്റ് വരുന്നത് 1190 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. കളർ വരുന്നത് ഇങ്ങനെ ഒരു വയലറ്റ് ടോൺ ആണ്. നമുക്ക് ടോപ്പ് വരുന്നത് പ്ലെയിൻ ആണ്. നമുക്ക് സ്ലീവ് അറ്റാച്ച്ഡ് ആണ്. ഇതേപോലെ ഒരു ഹെവി വർക്ക് വരുന്ന സ്ലീവ് അറ്റാച്ച്ഡ് ആണ്. അതുപോലെ നമ്മൾ പെയർ ചെയ്തിരിക്കുന്ന ദുപ്പട്ടയുടെ വൺ ബോർഡറിൽ ഇങ്ങനെ ഒരു ഹെവി ത്രെഡ് വർക്കാണ് കൊടുത്തിരിക്കുക. ടു സൈഡ് സ്കാലപ്ഡ് ആണ്. സ്കാറ്റർ ആയിട്ടുള്ള ചെറിയ എംബ്രോയിഡറി വർക്കും കൊടുത്തിട്ടുണ്ട്. ബോട്ടവും ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ്. ബോട്ടം വരുന്ന സാൻഡൂൺ മെറ്റീരിയൽ. മെറ്റീരിയലിന്റെ റേറ്റ് വരുന്നത് 1290 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. നെക്സ്റ്റ് കളർ വരുന്നത് ഇങ്ങനെ ഒരു ലാവൻഡർ പിങ്ക് ഷെയ്ഡാണ്. ഇങ്ങനെയാണ് ഒരു ഓവറോൾ ലുക്ക് വരിക. നമ്മുടെ നെക്ക് പോർഷനിൽ ഇതേപോലെ ഒരു മൾട്ടി കളർ ത്രെഡ് വർക്ക് ആണ് കൊടുത്തിരിക്കുക. അതുപോലെ സ്കാറ്റർ ആയിട്ടുള്ള ചെറിയ ത്രെഡ് വർക്കും ഇൻക്ലൂഡഡ് ആണ്. നമ്മൾ പെയർ ചെയ്തിരിക്കുന്ന ദുപ്പട്ടയുടെ വൺ ബോർഡേഴ്സിൽ ഇതുപോലെ ഒരു ഹെവി ആയിട്ടുള്ള ത്രെഡ് വർക്ക് ആണ് കൊടുത്തിരിക്കുക. ടു സൈഡ് സ്കാലപ്ഡ് ആണ്. സ്കാറ്റർ ആയിട്ടുള്ള ചെറിയ എംബ്രോയിഡറി വർക്കും ഇൻക്ലൂഡഡ് ആണ്. ബോട്ടവും ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ്. ബോട്ടം വരുന്നത് സാൻഡൂൺ മെറ്റീരിയൽ. മെറ്റീരിയലിന്റെ റേറ്റ് വരുന്നത് 1290 വിത്ത് ഫ്രീ ഷിപ്പിംഗ്.
നെക്സ്റ്റ് കളർ വരുന്നത് ഇങ്ങനെ ഒരു പർപ്പിൾ ടോൺ ആണ്. ഇങ്ങനെയാണ് ഓവറോൾ ലുക്ക് വരിക. നമ്മുടെ നെക്ക് പോർഷനിൽ ഇതേപോലെ ഒരു ബ്രഷ് പെയിന്റ് വർക്കാണ് കൊടുത്തിരിക്കുക. അതിനെ ഹൈലൈറ്റ് ചെയ്ത് ഒരു ത്രെഡ് വർക്കും അതുപോലെ സീക്വൻസ് വർക്കാണ് പോയിരിക്കുക. നമ്മൾ പെയർ ചെയ്തിരിക്കുന്ന ദുപ്പട്ടയുടെ 4 ബോർഡേഴ്സിൽ ഇങ്ങനെ ഒരു ബ്രഷ് പെയിന്റ് വർക്കാണ് കൊടുത്തിരിക്കുക. സ്കാറ്റർ ആയിട്ടുള്ള ചെറിയ ബ്രഷ് പെയിന്റ് വർക്കും ഇൻക്ലൂഡഡ് ആണ്. ബോട്ടം ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ്. ബോട്ടം വരുന്ന സാൻഡോൺ മെറ്റീരിയൽ. മെറ്റീരിയലിന്റെ റേറ്റ് വരുന്നത് 1290 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. കളർ വരുന്നത് ഇങ്ങനെ ഒരു ബ്രിക്ക് റെഡ് ടോൺ ആണ്. ഇങ്ങനെയാണ് ഓവറോൾ ലുക്ക് വരിക. നെക്ക് പോർഷനിൽ ഇതേപോലെ മൾട്ടി കളർ ത്രെഡ് വർക്ക് ആണ് കൊടുത്തിരിക്കുക. അതുപോലെ പെയർ ചെയ്തിരിക്കുന്ന ദുപ്പട്ടയുടെ 1 ബോർഡറിൽ ഇങ്ങനെ ഹെവി ആയിട്ടുള്ള ഒരു മൾട്ടി കളർ ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും ആണ് കൊടുത്തിരിക്കുക. സ്കാറ്റർ ആയിട്ടുള്ള ചെറിയ വർക്കും ഇൻക്ലൂഡ് ആണ്. ബോട്ടം ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ്. ബോട്ടം വരുന്ന സാൻഡോൺ മെറ്റീരിയൽ. മെറ്റീരിയലിന്റെ പ്രൈസ് വരിക 1290 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. അപ്പൊ ഈ ഒരു അടിപൊളി കളക്ഷൻ നിങ്ങൾ എല്ലാവരും കണ്ടല്ലോ. അപ്പൊ ഈ ഒരു കളക്ഷൻസ് ഓർഡർ ചെയ്യാനായിട്ട് നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ താങ്ക്